KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഈ നാടിന്റെ ധൈര്യം. എനിക്കാണെങ്കിൽ IFFK ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ആ ഡിസംബർ സമയത്ത് നമുക്ക് കോളേജിലൊക്കെ എക്സാം ആയിരിക്കുമല്ലോ, അപ്പം എപ്പോഴും പോകാൻ പറ്റില്ല. അതെ അതെ. ഞാനിങ്ങനെ കോമഡിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ എനിക്ക് എന്റെ പടം സ്ക്രീൻ ചെയ്യുമ്പോ ഗസ്റ്റ് ആയിട്ട് പോകാനായിരിക്കും യോഗ എന്നൊക്കെ ചുമ്മാ പറയായിരുന്നു. അതെ, എല്ലാരിലും വിക്ടോറിയ ഉണ്ട്, എല്ലാരും ബാത്റൂം പോയി കണ്ടിട്ടുണ്ടാവുന്നു. ആ സിമിലാരിറ്റി എനിക്കുണ്ട്. സ്ഥിരമായിട്ട് പോകാറുള്ള ഒരു പാർലർ അങ്കമാലിയിൽ, അവിടെ ഇങ്ങനെ ഒരു കോഴി ഇരിക്കുന്നു, പൂവൻ കോഴി, അവരുടെ ടോയ്ലറ്റിന്റെ അടുത്തിരിക്കാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ട് ഞാനത് എഴുതി വെച്ചിരുന്നു, റൂസ്റ്റർ ഇൻസൈഡ് എ ലേഡീസ് ഓൺലി ബ്യൂട്ടി പാർലർ. അതാണ് എന്റെ വൺലൈൻ ആയിരുന്നത്. അത്ര ഉണ്ടായുള്ളൂ. ആ സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ടാണ് വിക്ടോറിയ. അങ്ങനെ ഞാൻ അവളുടെ അവിടെ പറഞ്ഞു, ഞാൻ നിന്റെ പേര് പൊക്കാണ്, ശരിക്കുള്ള ആളാണ്, പേര് അവിടെ നിന്നാണ്. എനിക്ക് തോന്നുന്നു അത് KSFDC പ്രോജക്ടിന്റെ ഒരു ക്വാളിറ്റിയും കൂടിയാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രഷർ ഇല്ല. ഇതിപ്പോ കൊമേഴ്ഷ്യലി ഹിറ്റ് ആവണമെന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഫെസ്റ്റിവലിൽ പോയി അവാർഡ് അടിക്കണമെന്നോ ഇനിയൊന്നും ആരും നിർബന്ധിക്കുന്നില്ലല്ലോ നമ്മളെ. അപ്പൊ അതൊരു ശരിക്കും ഒരു ലേണിംഗ് ഗ്രൗണ്ട് ആണ്, ഒരു ഫിലിം സ്കൂൾ പോലെയാണ് KSFDC പ്രോജക്ട്. മഞ്ജു ചേച്ചിയൊക്കെ മഞ്ജുവാരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക്, ഞാൻ അവിടുന്ന് ഷാങ്കായിന്ന് അത് കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഐ മെയ്ഡ് ഇറ്റ് ഇൻ ലൈഫ്. കാരണം മഞ്ജു ചേച്ചി നോസ് ദാറ്റ് ഐ എക്സിസ്റ്റ് എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര പിന്നായിരുന്നു. അങ്ങനെ കുറച്ചുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എസ്പെഷ്യലി മീനാക്ഷിക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ എങ്കിലും എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ അത് സാരില്ല, കാരണം അത് ഓരോ ജൂറിയുടെയും എനിക്ക് തോന്നുന്ന ഒരു ടേസ്റ്റും അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്ന അവരുടെ ആ ഒരു വർഷത്തെ തീരുമാനങ്ങളും ഒക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. എന്നെ മറ്റേ എല്ലാരും പ്രതീക്ഷ തന്ന് മീനാക്ഷിക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, കാരണം അവൾക്ക് അത്രയും ബിഗ് ആയിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയതാണ്. എനിക്ക് ഭയങ്കര വിഷമായി. വിക്ടോറിയ എന്ന സിനിമയുടെ സംവിധായക ശിവരഞ്ജിനി, ആക്ടർ മീനാക്ഷി ജയനാണ് ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. സ്വാഗതം. താങ്ക് യു. നമ്മൾ ഈ നിരവധി ഫെസ്റ്റിവലിൽ പോയി, ഇപ്പോൾ രാജ്യത്ത് അകത്തും പുറത്തുമായി നിരവധി ഫെസ്റ്റിവലിൽ പോയി. ഇപ്പോൾ ഷാങ്കായ് പോലൊരു ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുമ്പോഴാണ്, അതും IFFKക്കൊക്കെ അവാർഡ് കിട്ടുമ്പോഴാണ് ബാക്കി പുറത്തുള്ള ആളുകളൊക്കെ വിക്ടോറിയ എന്നുള്ള സിനിമ ഇങ്ങനൊരു ഒരു വേവ് സൃഷ്ടിച്ചു എന്നൊക്കെ ഉള്ളത് അറിയുന്നത്. ആക്ടർ ഡയറക്ടർ രണ്ടുപേരുടെയും ഫീൽ എന്താണ്? ലൈക്ക് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ പോകുമ്പോഴും അവിടുത്തെ റിസപ്ഷൻ ആയാലും ഇവിടെ കേരളത്തിൽ പ്രീമിയർ ചെയ്യുമ്പോഴുള്ള രണ്ട് റിസപ്ഷൻ സംബന്ധിച്ച് എന്താണ് ഇപ്പോഴത്തെ ഫീൽ? നമ്മൾ ആദ്യം പ്രീമിയർ ചെയ്യുന്ന IFFKയിലാണ്. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ സിനിമ ജസ്റ്റ് എഡിറ്റ് കഴിഞ്ഞ് ലോക്കാക്കിയിട്ടുള്ളൂ. നമ്മൾ ഒരാഴ്ച മുമ്പാണ് തീരുന്നത് IFFKയുടെ സ്ക്രീനിങ്ങിൻ്റെ. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, എങ്ങനെയാണ് ആൾക്കാർ എടുക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള. പക്ഷെ ഫസ്റ്റ് പ്രീമിയർ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നല്ല റെസ്പോൺസസ് കിട്ടി. പിന്നെ നല്ല റിവ്യൂസൊക്കെ വന്നു അടുത്ത ദിവസം തന്നെ. അപ്പോൾ തന്നെ ഭയങ്കര സമാധാനം. അത്രയും ഒരു 2-2.5 വർഷമായിട്ട് സിനിമയായിട്ട് ഇരുന്നിട്ട് നമുക്കൊരു ഫീഡ്ബാക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ IFFKയിൽ ഫിപ്രസി അവാർഡും കൂടെ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. നമ്മൾ അത് തന്നെ വലിയൊരു കാര്യം എന്ന രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നീടാണ് നമ്മൾ വേറെ പുറത്തെ ഫെസ്റ്റിവൽസിനൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ഷാങ്കായ് കിട്ടിയപ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം പൊതുവെ വേൾഡ് പ്രീമിയർ കഴിഞ്ഞിട്ട് ഒരു സിനിമ പുറത്തെ ഫെസ്റ്റിവൽസിൽ പോവുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വെറുതെ അയച്ചു നോക്കിയതാണ്. അങ്ങനെ ഷാങ്കായ് സെലക്ട് ആയി. പിന്നെ അവിടെ മീനാക്ഷിക്ക് കിട്ടിയപ്പോൾ നമുക്ക് ലോട്ടറിയാണ്, ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞ സിനിമ വേറെ ഫെസ്റ്റിവലിലും പോകുന്നൊന്നും നമ്മൾ ഇത്രയൊന്നും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ അത് ഭയങ്കര ബിഗ് വിൻ ആണ്. അത് തന്നെ നമുക്ക് വലിയ കാര്യമാണ്. ആക്ച്വലി IFFK തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് തന്നെ നമുക്ക് ഇത്രയൊക്കെ തന്നെ മതി എന്നുള്ള രീതിയിലായിരുന്നു. എനിക്കാണെങ്കിൽ IFFK ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ആ ഡിസംബർ സമയത്ത് നമുക്ക് കോളേജിലൊക്കെ എക്സാം ആയിരിക്കുമല്ലോ, അപ്പം എപ്പോഴും പോകാൻ പറ്റില്ല. അതെ അതെ. അപ്പം ചില സീനിയേഴ്സ് ഒക്കെ മറ്റേ എക്സാം ഒക്കെ എഴുതാണ്ടൊക്കെ പോവായിരുന്നു, കുറച്ച് മാസ് സീനിയേഴ്സ്. അപ്പൊ ഒക്കെ ഞാൻ വിചാരിക്കും, അയ്യോ എപ്പോഴായിരിക്കും പോകാൻ പറ്റുന്നതെന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ കോമഡിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ എനിക്ക് എൻ്റെ പടം സ്ക്രീൻ ചെയ്യുമ്പോൾ ഗസ്റ്റ് ആയിട്ട് പോകാനായിരിക്കും യോഗ എന്നൊക്കെ ചുമ്മാ പറയായിരുന്നു. അത് ശരിക്കും അങ്ങനെ തന്നെ. ആക്ച്വലി IFFK എനിക്ക് അപ്പോഴും പോകാൻ പറ്റിയില്ല, എനിക്ക് വേറൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് RIFFKയിലൊക്കെ പടം കാണാൻ പറ്റി. അപ്പം IFFKയിൽ ആദ്യത്തെ അവർ ക്യൂ നിൽക്കുമല്ലോ,
ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ക്യൂ ഭയങ്കര ഭയങ്കര നീളത്തില് ക്യൂ ഭയങ്കര നീളത്തേക്ക് അത് കൊറേ ഫ്രണ്ട്സ് എനിക്ക് അവിടുന്ന് വീഡിയോ ഒക്കെ അയച്ചു തരായിരുന്നു. അപ്പൊ ഞാൻ മറ്റേ ഷൂട്ടിംഗ് സെറ്റിലിരുന്ന് കഴിയും അതൊക്കെ കണ്ടിട്ട്. അങ്ങനെ അത് ആ ക്യൂ അവിടെ നിക്കുന്ന ആ ക്യൂ ആയിരുന്നു ഏറ്റവും ആദ്യത്തെ വിക്ടറി. അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയതെല്ലാം ഈ പറഞ്ഞ പോലെ ബോണസ് ആയിരുന്നു. ഷാങ്കായി ഒക്കെ പോകുമ്പോഴും ഞാൻ കൊറേ ഇന്റർവ്യൂല് പറഞ്ഞു. പക്ഷെ ഞാൻ ഫ്ലൈറ്റിൽ ഇതിനു മുമ്പ് കേറിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ മുംബൈ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്, മുംബൈ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയുടെ പുറത്തുള്ള ഒരു സ്ഥലം കാണുന്ന ഷാങ്കായി ആണ്. അപ്പം എനിക്ക് ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടായിരുന്നു എക്സൈറ്റ്മെന്റ്. പിന്നെ അവിടെ നിന്ന് സംഭവിച്ചതെല്ലാം മാജിക് ആയിരുന്നു. മീനാക്ഷി ശരിക്കും ഇപ്പൊ ഈ വിക്ടോറിയയുടെ ഹോൾ ജേണി, ഈ 2 വർഷത്തെ ജേണി ഒക്കെ നോക്കിയാൽ ഷാങ്കായിലെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് വിൻ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ആണോ ശരിക്കും ബിഗ് വിൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ നിൽക്കുന്നത്? ശരിക്കും ആ മൊമെന്റ് ആണോ? ഞാന് എൻ്റെ റൂമിലെ അലമാരിയുടെ മുകളിൽ ഞാൻ കുറെ നേടിയെടുക്കാൻ ആഗ്രഹമുള്ള കുറെ സാധനങ്ങൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലിങ്ങനെ കുറെ റെഡ് കാർപ്പറ്റിൽ നിൽക്കുന്നു, മറ്റേ അവാർഡ് പിടിക്കുന്നു. അതൊക്കെ ഞാൻ ഏതെങ്കിലും കുറെ കരിയർ തുടങ്ങി ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ. പക്ഷെ ഷാങ്കായി ശരിക്കും റെഡ് കാർപ്പറ്റും വലിയ വലിയ ബ്രാൻഡുകൾ, മറ്റേ ഗൂച്ചി ഒക്കെ ബ്രാൻഡുകളൊക്കെ ആയിരുന്നു അവരുടെ സ്പോൺസേഴ്സ്. ഷാങ്കായി ഭയങ്കര വലിയ ഫെസ്റ്റിവൽ, ഒരു ഫിലിം ഫെയർ ഒക്കെ പോലെ ഭയങ്കര പോഷ്. നമ്മൾ തന്നെ ഞെട്ടി, നമുക്ക് അവിടെ ഇങ്ങനെ എന്താ ഇവിടെ അങ്ങനെ അതെനിക്ക് ശരിക്കും ഡ്രീം ലൈക്ക് ദിവസങ്ങളായിരുന്നു. ഡ്രീം ലൈക്ക് 10 ദിവസമായിരുന്നു. അത് നമ്മളൊരു 10 പൈസ ചെലവാക്കാതെ ഒരു വലിയ സിറ്റി കാണുവാണ് ഇന്ത്യക്ക് പുറത്തുള്ള. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ലൈഫ് എക്സ്പീരിയൻസ്. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ മൊമെന്റ് ആയിരുന്നു മീനാക്ഷി വിൻ ചെയ്തത്. അത് വിക്ടോറിയയുടെ ജേർണിയിലെ ഏറ്റവും പീക്ക് മൊമെന്റ് തന്നെയായിരുന്നു അത്. അവളുടെ വിൻ ചെയ്യുന്നേക്കാൾ ഡെഫിനറ്റ്ലി അങ്ങനെ അല്ല, അവൾക്ക് കിട്ടുമ്പോ എനിക്ക് വളരെ സ്പെഷ്യൽ ആണല്ലോ. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആ. ശിവയ്ക്ക് കിട്ടുമ്പോ ഞാൻ കരയും, അല്ല പിന്നെ എനിക്കറിയാം അവൾ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് പുറത്തൊന്നും. ഇപ്പോഴും ഇപ്പൊ ഈ സിനിമ റിലീസിന് വേണ്ടിയിട്ടാണെങ്കിലും മീനാക്ഷി എടുക്കുന്ന എഫേർട്ട് ഭയങ്കരമാണ്. നിങ്ങൾ തമ്മിൽ ഒരു സിസ്റ്റർഹുഡ് പോലും ഇത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് സിനിമയ്ക്ക് പുറത്തും ഇപ്പോ ലൈക്ക് സിനിമയുടെ പരിപാടികൾ തുടങ്ങി ഫിലിമിംഗ് പ്രോസസ്സ് എൻഡ് ചെയ്യുമ്പോൾ തീരുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലല്ലോ. അതിനുശേഷം ഈ രാജ്യം മൊത്തം കറങ്ങുന്നു, ഒന്നിച്ചാണ് പോകുന്നത്. IFFK തുടങ്ങി മൊത്തത്തിൽ ആ ഒരു ജേർണിയിൽ മൊത്തം നിങ്ങളുടെ രണ്ടുപേരുടെയും ഇതുണ്ടല്ലോ. സിനിമയും അല്ലാതെയും എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ സിസ്റ്റർഹുഡ്? എനിക്ക് തോന്നുന്നു നമ്മള് ആദ്യം കണ്ടപ്പോ തൊട്ട് സെറ്റായിരുന്നു. മീനാക്ഷി പിന്നെ എല്ലാവരുമായിട്ടും സെറ്റാവും. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പുറത്തുള്ളൊരു ബോണ്ടിങ് ഉണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി. പക്ഷെ അതിനപ്പുറത്തായിട്ടും ഞാൻ വളരെ കൺസേൺഡ് ആണ് അവളെ പറ്റി. അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ അവൾ എന്തെങ്കിലും ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് അവൾ എടുക്കുന്ന കാര്യമൊക്കെ എന്നോട് സംസാരിക്കാറൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറൊക്കെ ഉണ്ട്. വേറെ സിനിമ ആലോചിക്കുമ്പോ അങ്ങനെ. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നോട് ചോദിച്ചതിലൊക്കെ. അപ്പൊ അതെനിക്ക് തോന്നി ഇത് കഴിഞ്ഞിട്ടും നമുക്ക് ആ ഒരു ബന്ധം ഉണ്ടാവും എന്നുള്ള. പിന്നെ എനിക്ക് എല്ലാം ഈ സിനിമയിൽ എല്ലാവരും എൻ്റെ ഒരു ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനത്തെ അത്രയും ക്ലോസ് ആയ ആളുകളാണ്. ഇതിൻ്റെ ക്രൂ ആണെങ്കിലും. അപ്പോൾ പിന്നെ പുതിയതായിട്ട് വന്ന ശ്രീഷ്മയും മീനാക്ഷിയും ഒക്കെ തന്നെ പിന്നീട് അത്രയും ക്ലോസ് ആയ സർക്കിളിലേക്ക് തന്നെ വന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഒരു ഭയങ്കര ഇന്റിമേറ്റ് ആയ സ്പേസിൽ നിന്നാണ് ഈ സിനിമ ചെയ്യാൻ തന്നെ പറ്റിയത്. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. മീനാക്ഷിക്ക് എങ്ങനെയായിരുന്നു ഈ പരിപാടി? നമ്മള് ഒതുക്കി നിർത്തേണ്ട സാധനമല്ല. കാരണം ഒരു 3 വർഷത്തെ ജേർണി ഉണ്ട്. ഭയങ്കര ഇമോഷണൽ ആണ്. അപ്പം ഇപ്പൊ പറഞ്ഞ ശിവനെ കാണുന്ന മൊമെന്റ് മുതലേ ഉള്ള കുറെ കാര്യങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. അതെല്ലാം പറയാന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂവിൽ ചിലപ്പോൾ തീരില്ല. പക്ഷെ നമ്മൾ തമ്മിൽ എപ്പോഴും എന്താ പറയുക, ഫസ്റ്റ് ഡേ മുതലേ പറയാതെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈസിലി കമ്മ്യൂണിക്കേറ്റഡ് ആയിരുന്നു. അത് സിനിമ എന്നുള്ള കോൺവെർസേഷൻസിൽ ഉപരി ഹ്യൂമൻ ബീങ്സ് ലൈഫിനെ കാണുന്ന രീതി, ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര കോമൺ ആണ്. നമ്മൾ രണ്ടുപേരും നല്ല ആങ്സൈറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പം എനിക്ക് ഇപ്പൊ ശിവയുടെ ഒരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞാൽ ശിവയുടെ പോലെയാ സംസാരിക്കുക. ശിവയുടെ ആക്സെന്റും അതും ഇതൊക്കെ വരും. ഭയങ്കരമായിട്ട്. അപ്പം എനിക്കറിയില്ല എവിടെ നിന്ന് തുടങ്ങണമെന്ന്.
ഈ ആങ്സൈറ്റി എലമെന്റ് ശരിക്കും ഫിലിം മേക്കിംഗ് സംബന്ധിച്ച് ഭയങ്കര സ്ട്രെസ്ഫുൾ പരിപാടിയാണല്ലോ ഈ ടീം ബിൽഡ് ചെയ്യുന്നതും അതിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സ് എന്നൊക്കെ പറയുമ്പോൾ. പ്രത്യേകിച്ച് ഭയങ്കര ഒരു കമേഴ്ഷ്യൽ ഒരു ബാക്കിംഗ് ഉള്ളൊരു പ്രൊജക്റ്റും അല്ലല്ലോ. അത് അങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഫിലിമിങ്ങിലൊക്കെ? ആക്ച്വലി എനിക്ക് കുറവാണ് സത്യത്തിൽ. ഞാൻ അതിന് മുമ്പ് ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു. സിനിമ എടുക്കുന്നതിന് മുമ്പുള്ള ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആങ്ഷ്യസ് ആണ്. അതാണ് എനിക്ക് തോന്നുന്നത് ആ ക്യാരക്ടറിലേക്ക് വന്നേക്കുന്നത്. വിക്ടോറിയയും വളരെ ആങ്ഷ്യസും വളരെ അത് എന്റെ തന്നെ റിഫ്ലക്ഷൻ ആണ്. ആ ഒരു ഈ ഇടയ്ക്ക് പാനിക് അറ്റാക്ക് നടക്കുന്ന പോലത്തെ ഭയങ്കര എവിഡന്റ് ആയിട്ട് അത് കാണിക്കുന്നില്ല, പക്ഷെ എന്നാ പോലെ അറിയുന്നുണ്ട് അല്ലെ വിക്ടോറിയ? അതെ അതെ, വിക്ടോറിയക്ക് ആ പാനിക് അറ്റാക്ക് ആണ്. അത് അവൾക്ക് നോർമൽ അല്ല, അവൾക്ക് ചെറിയ ആങ്സൈറ്റി ഉള്ള ആളാണ്. സാധാരണ മനുഷ്യർ പോലെ കൂളായിട്ട് എടുക്കുന്ന പോലെയല്ല. അപ്പോൾ സിനിമ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് പ്രിയ ആണെങ്കിലും സിനിമ ഷൂട്ടാണെങ്കിലും ഭയങ്കര സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഉള്ളോണ്ട് ഇത് എന്റെ മാത്രം വിഷമമല്ല, എല്ലാവരുടെയും കൂടി വിഷമമാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ എല്ലാവരും കൂടെ അത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ആദ്യമായിട്ടായിരുന്നു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മൾ മുമ്പ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമെങ്കിലും നമ്മള് അത്രയും ഒരു കളക്റ്റീവ് ഒരു സാധനം എനിക്ക് തോന്നിയിട്ടില്ല. ഇതേപോലെ ഒരു ബിലോങ്ങിങ്ങും നമ്മുടെ ഇപ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എല്ലാവരുടെയും കൂടി പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇത് എൻ്റെ സിനിമ, എൻ്റെ ഇത് എന്നുള്ളതും അതിനപ്പുറത്തേക്ക് നമ്മുടെ സിനിമ എന്നുള്ളൊരു തോന്നല് അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇപ്പം ഫെസ്റ്റിവൽസിന് അപ്ലൈ ചെയ്യാനും ഈ സിനിമ എവിടെയെങ്കിലും എത്തിക്കണം എന്നുള്ളത് എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും കൂടി ആവശ്യമാണ് എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ സിനിമയാണല്ലോ. അപ്പം ഇത് എവിടെയെങ്കിലും എത്തേണ്ടത് എനിക്ക് മാത്രമല്ല, ഞാനല്ല അറ്റ് സ്റ്റേക്ക്. ഒരുപാട് പേരുടെ ജീവിതമുണ്ട്. ഇപ്പൊ മീനാക്ഷി ഉണ്ട്, ആനന്ദ് ഉണ്ട്, ഇവരുടെയൊക്കെ ആദ്യത്തെ സിനിമയാണ്. നമ്മൾ കുറെ പേരുടെ ആദ്യത്തെ സിനിമയാണ്. ആക്ടേഴ്സ് ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പൊ ഇത് എവിടെയെങ്കിലും എത്തണം, ആൾക്കാർ കാണണം എന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് മടിയാണ് എന്റെ സിനിമ കാണൂ എന്നൊക്കെ ആൾക്കാരോട് പറയണേ. അല്ലെങ്കിൽ അങ്ങനെ പ്രൊമോട്ട് ചെയ്യണൊക്കെ എനിക്ക് എന്തോ ഒരു പൊതുവെ എനിക്ക് ഞാൻ മീനാക്ഷി ചെയ്യുമ്പോൾ ഒക്കെ വളരെ മീനാക്ഷിയുടെ അടുത്ത് ഒരുപാട് അത് പഠിക്കാൻ പറ്റിട്ടോ. അങ്ങനെ അവളെങ്ങനെയാണ് അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത്. കാരണം നമുക്ക് സർട്ടൻ ഒരു മാർക്കറ്റിംഗ് ചെയ്താലല്ലേ ആൾക്കാർ പടം കാണുള്ളൂ. പക്ഷെ എനിക്ക് പൊതുവെ ഭയങ്കര മടിയാണ് അങ്ങനെ പറയാനൊക്കെ. ഞാൻ മടിയില്ല. അവള് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ മാർക്കറ്റിങ്ങിലൊക്കെ. എനിക്ക് പക്ഷെ എനിക്ക് ഒരാളോട് പടം കാണൂന്ന് പറയാൻ തന്നെ ഭയങ്കര ഞാൻ വേണമെങ്കിൽ കാണാന്നൊക്കെ അവസ്ഥയാണ്. പക്ഷെ അത് ഒരുപാട് മാറി. എനിക്കിപ്പോ മറ്റേ എന്റെ പടമല്ല അവരുടെ പടമാണ്, അതുകൊണ്ട്. പക്ഷെ ശിവയ്ക്ക് ആക്ച്വലി ആദ്യമേ ഷൂട്ടിന്റെ സമയത്തെ എല്ലാവർക്കും നമ്മുടെ സിനിമ എന്നുള്ള എനർജി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാരും ഇപ്പൊ നമ്മള് ലോങ് ടേക്കുകളാണല്ലോ സിനിമയിൽ കുറെ ഉള്ളത്. അപ്പൊ അതൊരു മിഷനാണ്. എല്ലാ ഷോട്ടുകളും ഒരു മിഷനാ. എല്ലാതും ഓക്കെ ഷോട്ട് ആവാന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു മിഷനാ. ഒരാളുടെ പാളി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകും. അപ്പൊ ഭയങ്കര കളക്റ്റീവ് എനർജി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഷൂട്ടിന്റെ സമയത്ത്. ആക്ടേഴ്സ് തമ്മിലും സിനിമാറ്റോഗ്രഫി ടീമും ഡയറക്ഷൻ ടീമും എല്ലാവരും ആർട്ടും എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്ത് എല്ലാവരും ഒരേ ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഭയങ്കര ലീഡർഷിപ്പ് സ്കില്ലുള്ള ആളാണ് ശിവ. മേ ബി പടം കാണാൻ വരൂ എന്ന് പറയാനുള്ള ഇച്ചിരി മടി ഉണ്ടാവും. പക്ഷെ ആ ഷൂട്ടിംഗ് സെറ്റിന്റെ സമയത്തുള്ള ശിവയുടെ പല ട്രേറ്റ്സും എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു. കാരണം നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പം എനിക്ക് പൊതുവെ ഉണ്ടായിരുന്ന ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ വാക്കിനോട് ഞാൻ എപ്പോഴും ഒരുമിച്ച് വെച്ചിരുന്നത് റൂഡ്, ഡോമിനേറ്റിംഗ് എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന വാക്കിന് എംപതി, ബ്രിങ്ങിങ് എവ്രി വൺ ടുഗെദർ, ലവ്, എന്താണ് വാംത്, ഇങ്ങനത്തെ കുറെ വാക്കുകളും അതിനോട് യോജിച്ച് വെക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ശിവയുടെ ലീഡർഷിപ്പ് കണ്ടിട്ടാണ്. അപ്പം എനിക്ക് ഒരു പോയിന്റിൽ എനിക്കും ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ തോന്നി. പിന്നെ എനിക്ക് തോന്നിയില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങിയ അതിനുശേഷം നമ്മൾ ഒറ്റയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഓൾമോസ്റ്റ്. കാരണം എല്ലാവരും വേറെ പ്രോജക്ട്സിലേക്കും എല്ലാം പോയി. പിന്നെ ഞാൻ തന്നെ ഇത് തീർക്കണം. അപ്പോൾ എഡിറ്റിൽ എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് അനന്തും ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് VFX ഒക്കെ ഒരുപാട് ടൈം എടുത്തു നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഫണ്ടും അങ്ങനെ എല്ലാം ഡിലേ ഒക്കെ ആയിട്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയത്. തീർക്കാൻ പറ്റുമോ ഈ സിനിമ എപ്പോഴെങ്കിലും, അങ്ങനെയൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു തുടങ്ങി. ശിവരഞ്ജന എഴുതിയതും ഓർമ്മയുണ്ട്. മറ്റേ ഷൂട്ടിംഗ് പ്രോസസ് ആയിരുന്നു ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള. പക്ഷെ ഏറ്റവും പാടുള്ളത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഭയങ്കര പാടായിരുന്നു. അകാലത്തിൽ ഇങ്ങനെ ഞങ്ങളൊരു വാട്സാപ്പ് സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ടുണ്ട് ശിവയുടെ. ഞാൻ ഈ പടം ഒന്ന് എടുത്ത് തീർത്തോട്ടെ. ഞാൻ കണ്ടെടുത്തു. ഈ വിക്ടോറിയ എന്നുള്ള ക്യാരക്ടർ ഇപ്പോൾ നമ്മളത് ഭയങ്കര എക്സ്റ്റേണൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ആക്ച്വലി വിക്ടോറിയയിൽ
മീനാക്ഷി ജയൻ എന്നുള്ള ഒരു പേഴ്സൺ നോക്കുകയാണെങ്കിൽ അതിന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണോ, അത് മീനാക്ഷിയുടെ കുറച്ച് ട്രേറ്റ്സ് വിക്ടോറിയയിലുണ്ടോ, അതോ ശിവരഞ്ജനയുടെ കുറച്ച് ട്രേറ്റ്സ് ആണോ വിക്ടോറിയ? എന്താണ് വിക്ടോറിയ എന്നുള്ള ക്യാരക്ടർ എങ്ങനെയാ? തീർത്തും വ്യത്യസ്തമൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ബാത്റൂമിൽ പോയി കരയുക, അത് കഴിഞ്ഞിട്ട് ചിരിച്ച് നിൽക്കുക, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ കുറേ സിമിലർ കാര്യങ്ങളുണ്ട്. ഹൈഡിങ് ഇറ്റ് ആൻഡ് ഷോയിങ് സ്മൈലിംഗ് ഫേസ് ഓൾ ദ ടൈം, അങ്ങനത്തെ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ ഞാൻ അവളുടെ അത്ര ഇൻട്രോവേർട്ട് അല്ല. പിന്നെ ഇത്രയും സഹിച്ച് പിടിച്ച് നിൽക്കുകയൊന്നുമില്ല. ബാത്റൂം വരെ എത്തില്ല എൻ്റെ കരച്ചിൽ, അതിനു മുമ്പേ ഞാൻ കരഞ്ഞു തീർക്കും. പിന്നെ ഞാൻ തെറപ്പി ഒക്കെ എടുക്കുന്ന ആളാണ്. വിക്ടോറിയക്ക് ഒരു തെറപ്പി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളല്ല വിക്ടോറിയ. പിന്നെ സിമിലാരിറ്റി ആക്ച്വലി എനിക്ക് ഇത് ഞാനുണ്ടാക്കിയ സിമിലാരിറ്റി ആണെന്ന് തോന്നുന്നു. വിക്ടോറിയക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സമാധാനമുണ്ട്. ഹെന്ന ചെയ്യുമ്പോൾ, ത്രെഡ് ചെയ്യുമ്പോൾ, അത് തന്നെയാണ് എനിക്ക് ആക്ടിങ്ങിലും കിട്ടാറില്ല. എനിക്ക് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു ക്രിയേറ്റീവ് കിക്കുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു വിക്ടോറിയക്ക് അതുണ്ട്. ആ ബ്യൂട്ടി പാർലറിൽ വരുമ്പോഴാണ് അവൾക്കൊരു സേഫ് ഫീലിംഗ് വരുന്നത്. അതൊക്കെ ഒരു സിമിലാരിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കിയൊക്കെ മേ ബി അവള് എൻ്റെ അത്രയും എക്സെൻട്രിക് ആയിട്ടുള്ള, ഇത്രയും ലൗഡായിട്ടൊന്നും ഒരു സെറ്റിങ്ങിൽ ഇരിക്കില്ലായിരിക്കും. സിമിലാരിറ്റി ഉള്ളത് ഇതാണ്. അത് എല്ലാവരിലും വിക്ടോറിയ ഉണ്ട്. എല്ലാവരും ബാത്റൂം പോയി കരഞ്ഞിട്ടുണ്ടാവുമല്ലോ, ആ സിമിലാരിറ്റി എനിക്കുണ്ട്. ശിവയിലാണ് ഏറ്റവും കൂടുതൽ. ആക്ച്വലി വിക്ടോറിയ മനസ്സിലാക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ വാസ് ടു അണ്ടർസ്റ്റാൻഡ് ശിവ. നമ്മളെപ്പോഴും ഒരുമിച്ചായിരുന്നു ഷൂട്ടിൻ്റെ സമയത്തും. നമ്മളെപ്പോഴും ഡിന്നർ കഴിക്കുമ്പം ഇന്ന് ഷൂട്ട് ചെയ്തതിൽ എന്തൊക്കെ വർക്കായി, ഇനിയിപ്പോൾ അടുത്ത ദിവസം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നാളെ എന്താണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, അതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യണം, എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതിനെങ്ങനെ നമ്മൾ തരണം ചെയ്യണം, ഇങ്ങനത്തെ ഭയങ്കര നീളൻ കോൺവെർസേഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് സിനിമയെ കുറച്ചുകൂടെ പഠിക്കാൻ പറ്റി. മേ ബി ഒരു പെട്ടെന്ന് എടുത്തു തീർക്കുന്ന ഒരു പ്രൊജക്റ്റിൽ അത്രയും പറ്റില്ലായിരിക്കും. നമ്മൾ കുറെ സിനിമയും കാണുമായിരുന്നു. നമ്മള് പോർട്രേറ്റ് ഓഫ് എ ലേഡി ഓൺ ഫയർ, പിന്നെ അതുപോലെ പ്രീ പ്രൊഡക്ഷനിൽ അത് മീനാക്ഷി ഉണ്ടായിരുന്നു അറിയില്ല, നമ്മൾ കുറെ സിനിമ ഇരുന്ന് കാണുമായിരുന്നു എല്ലാരും കൂടെ. ചുമ്മാ കാണും, എല്ലാരും കണ്ട പടമൊക്കെ ആയിരിക്കും, പക്ഷെ ഒന്നും കൂടെ കാണാം എന്നുള്ള രീതിയിൽ പ്രീയുടെ സമയത്തൊക്കെ എല്ലാ ദിവസവും ഒരു പടം ഇട്ട് കാണുക എന്നുള്ള ഒരു റുട്ടീൻ ആക്കിയിരുന്നു നമ്മള് എല്ലാരും, എൻറ്റയർ ക്രൂ ഇരുന്നിട്ട്. ഈ ലോങ് ടേക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ കണക്ട് ചെയ്ത് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. അതായത് മീനാക്ഷി തിയേറ്റർ സ്പേസിൽ നിന്ന് വന്നൊരു ആർട്ടിസ്റ്റ് ആണല്ലോ. തിയേറ്റർ സ്പേസിൽ നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഹൈ എന്ന് പറഞ്ഞാൽ ഈ ലോങ് ടേക്സ് പെർഫോം ചെയ്യുന്നതിൽ ഒരു ഭയങ്കര ഹൈ ഉണ്ടല്ലോ. കട്ട്സ് അല്ലാതെ നമുക്ക് ആ ക്യാരക്ടറിൽ ഇങ്ങനെ നിന്ന് അത് കഴിയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഹൈ പോയിന്റ് കിട്ടില്ല, അത് സക്സസ് ആകുമ്പോൾ. ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ശരിക്കും? തിയേറ്റർ സ്പേസിൽ നിന്ന് വന്നത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുണ്ടോ? ഞാൻ തിയേറ്റർ പ്രാക്ടീസ് ഒരു 2021 മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 23-ലായിരുന്നു നമ്മുടെ ഷൂട്ട്. രസ തിയേറ്ററിലായിരുന്നു. അവർ ആ സ്പേസ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എ ഹ്യൂമൻ ബീങ്. കുറച്ചുകൂടെ നല്ല ലിസ്ണർ ആവാനും കുറച്ചുകൂടെ പ്രസന്റ് ആവാനും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പം ലോങ് ടേക്സിൽ വെരി ഇമ്പോർട്ടൻ്റ്ലി വേണ്ടത് പ്രസൻസാ. അപ്പം ആ സ്കൂളിൽ നിന്നാണ് ഞാൻ വരുന്നത്, ടു ബി പ്രസന്റ് ആൻഡ് ടു ബി സ്പോണ്ടേനിയസ്. അപ്പം കട്ടുകളുടെ പരിപാടിയല്ല ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പം അതെന്നെ ഭയങ്കര ഈസാക്കി ഈ പടം ഷൂട്ട് ചെയ്യാനായിട്ട്. ആക്ച്വലി ശ്രീഷ്മയും കോളേജിലൊക്കെ കുറേ നാടകങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു ഹൈ കിട്ടിയിട്ടുണ്ട്, ടു ജസ്റ്റ് ബി ദ ക്യാരക്ടർ ആൻഡ് ഓൺ ദ സ്പേസ്. ആക്ച്വലി പടം തുടങ്ങുന്ന സമയത്ത്, പടത്തിന്റെ ആദ്യത്തെ 2 ദിവസം ശിവ പ്ലാൻ ചെയ്തിരുന്ന ഷൂട്ടിംഗ് സ്കെഡ്യൂളിൽ മോസ്റ്റ്ലി ഞാൻ ക്ലീൻ ചെയ്യുന്ന ഷോട്ടുകളായിരുന്നു എടുക്കുന്നത്. എന്താണ് ബ്യൂട്ടി പാർലർ ക്ലീൻ ചെയ്യുന്നു, ചെടിക്ക് വെള്ളം നനയ്ക്കുന്നു, അതൊക്കെ. അപ്പൊ അതെന്നെ ആ സ്പേസിനെ കുറച്ചുകൂടെ ഓൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. വിക്ടോറിയ വർഷങ്ങളായിട്ട് ആ ബ്യൂട്ടി പാർലറിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം ആ സ്പേസിനെ ഓൺ ചെയ്യുക, ഇതൊക്കെ ഞാൻ തിയേറ്ററിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. നമ്മൾ ആ സ്പേസ് നമ്മളുടെ ഹോം ആക്കി മാറ്റുക, അവിടെ നമുക്ക് വൾണറബിൾ ആവാനുള്ള ഒരു സേഫ്റ്റി ഉണ്ടാക്കുക. അത് ശിവ അങ്ങനെ പ്ലാൻ ചെയ്തതാ. ആ ഷൂട്ടിംഗ് സ്കെഡ്യൂൾ ആദ്യം ഇങ്ങനത്തെ കുറെ ഷോട്ടുകൾ, അത് കഴിഞ്ഞിട്ട് മെയിൻ ഇമോഷണൽ സീക്വൻസുകളും ഒക്കെ എടുക്കുന്നുള്ളൂ. അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഈ തിയേറ്റർ പ്രാക്ടീസ് സമയത്തൊരു കാലം ഉണ്ടല്ലോ, അതായത് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് 2021 സമയത്താണല്ലോ ഈ തിയേറ്റർ. ഈ കാലഘട്ടത്തിലൊക്കെ ശരിക്കും ഒരു ആക്ടർ സർവൈവല്
എങ്ങനെയാണ് ശരിക്കും? ഞാൻ ആക്ച്വലി കുറെ പണികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പൂർണിമ ചേച്ചിയുടെ ബ്രാൻഡ് പ്രാണയ്ക്ക് വേണ്ടിയിട്ട് ബ്രാൻഡ് ഷൂട്ടുകൾ ചെയ്തു കൊടുത്ത് എഡിറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു പാട്ട് പാടുന്ന. അങ്ങനെ ഞാൻ പല പണിയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറിയ നാട്ടിലുള്ള ജ്വല്ലറികൾക്ക് ആഡ് ഡയറക്റ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു 2000-3000 രൂപയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ 1 വർഷം വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. 2021 എനിക്ക് അത്യാവശ്യം സർവൈവ് ചെയ്ത് പോകാനുള്ള ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു ഇത്രയും വർഷം വർക്ക് ചെയ്ത് ഒരു ടാർഗറ്റ് ബാങ്ക് ബാലൻസ് വെച്ചിട്ട് അതിന് ശേഷം ഞാൻ സിനിമയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. മണ്ടത്തരം കാണിച്ചില്ല. അപ്പം ആ സമയത്ത് ഞാൻ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക, എങ്ങനെയാണ് ഇവിടെ എല്ലാവരും സർവൈവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി പഠിക്കുക. ഇപ്പൊ ഇതൊന്നും വർക്കായില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള ജോലികൾ പഠിക്കുക. AD ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ പൈസ ഉണ്ടാക്കി. എനിക്ക് ഇപ്പൊ അത് ആലോചിക്കുമ്പം അതൊരു പടത്തില്. അപ്പം അവിടെ നിന്നൊക്കെ ഞാൻ കുറെ പഠിച്ചു. എന്താ ഒരു സെറ്റില് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു എറ്റിക്വറ്റ്, സമയത്ത് വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറെ പഠിച്ചു. പിന്നെ അവിടെ നിന്നാണ് ഞാൻ മറ്റേ ഷോർട്ട് ഡിവിഷൻ മറ്റേ ഏതൊക്കെ ചാർട്ട് ചെയ്യുന്നതിനൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇതിന്റെ ഫുൾ ഒരു പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ട്, പോസ്റ്റ് ഇതെല്ലാം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആസ് ഒരു വിറ്റ്നസ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആക്ടേഴ്സ് വർക്ക് ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടുപഠിച്ചത് AD ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ്. ഈ KSFDCയുടെ ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഈ വിമൻ ഫിലിം മേക്കേഴ്സിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിന് അപ്ലിക്കേഷൻ അയക്കുന്നൊരു ഘട്ടമുണ്ടല്ലോ, ഈ ഇതിന്റെ ഇനീഷ്യൽ സ്റ്റാർട്ട്. ആ സമയത്തൊക്കെ ശിവരഞ്ജിനി ആക്ച്വലി ഒരു ഫീച്ചർ ലൈക്ക് ഒരു കമേഴ്ഷ്യൽ പടത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നോ അതോ NID പഠിക്കുന്ന ഒരു സമയത്തായിരുന്നോ? ഞാൻ NID കഴിഞ്ഞ് 2 വർഷം വർക്ക് ചെയ്തിരുന്നു എഡിറ്ററായിട്ട്, ഫ്രീലാൻസ്. അത് കഴിഞ്ഞ് ഞാൻ PhD ജോയിൻ ചെയ്തു IIT ബോംബെയിൽ. അങ്ങനെ PhD ചെയ്തൊരു കോവിഡിന്റെ സമയത്ത് PhDയുടെ ഇടയിലാണ് ഈ KSFDCയുടെ കോള് വരുന്നത്. അപ്പോൾ ഓൾറെഡി 2 തവണ അവർ വിളിച്ചിട്ട് ഇപ്പോൾ ശ്രുതിയുടെ പടമൊക്കെ ഓൾമോസ്റ്റ് വരാറായിരിക്കുന്ന ഒരു ടൈമാണത്. ശ്രുതിയുടെ പടം എനിക്കൊരു പോസ്റ്റ് നടക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഈ പ്രോജക്റ്റ് അപ്ലൈ ചെയ്താലോ എന്ന് എനിക്ക് എല്ലാവരും അയച്ചിരുന്നു, നീ അപ്ലൈ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും അങ്ങനെ എഴുതി റെഡിയൊന്നും ആയിരുന്നില്ല. ഒരു ഫീച്ചർ എടുക്കാനുള്ള അങ്ങനെ ഒരു ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നല്ലോ ഫീച്ചർ ഞാൻ എടുക്കും എന്നൊക്കെ. ഞാൻ ഷോർട്സ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ PhD ജോലി എന്നുള്ള രീതിയിൽ പോവാം, വേണമെങ്കിൽ വല്ല കാലത്തും വല്ല എക്സ്പെരിമെന്റൽ പടങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഫീച്ചർ എന്നുള്ള ഐഡിയ വരുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് കിട്ടുമ്പോൾ എൻ്റെ ഫോണിൽ എഴുതി വെക്കുമായിരുന്നു, ഒരു 1 ലൈൻ പോലെ ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും എന്നുള്ള രീതിയിൽ. അങ്ങനെ എനിക്കൊരു PhD ഫസ്റ്റ് ഇയർ ഒക്കെയാണ് ഞാൻ ഈ പാർലറിൽ നാട്ടിൽ വന്നപ്പോൾ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു കോഴി ഇരിക്കുന്ന കണ്ടേ. ഞാൻ സ്ഥിരമായിട്ട് പോകാറുള്ള ഒരു പാർലർ അങ്കമാലിയിൽ, അവിടെ ഇങ്ങനെ ഒരു കോഴി ഇരിക്കുന്നു, പൂവൻ കോഴി, അവരുടെ ടോയ്ലറ്റിൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ട് ഞാനത് എഴുതി വെച്ചിരുന്നു, റൂസ്റ്റർ ഇൻസൈഡ് എ ലേഡീസ് ഓൺലി ബ്യൂട്ടി പാർലർ. അതാണ് എൻ്റെ 1 ലൈൻ ആയിരുന്നത്, അത്ര ഉണ്ടായുള്ളൂ. അതാണ് KSFDCക്ക് പിച്ച് ചെയ്ത ഓൺലൈൻ? അതല്ല, എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ ആ സമയത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് അപ്ലൈ ചെയ്യുക, എന്തെങ്കിലും ഒന്നും ഇല്ലാന്നിരിക്കുമ്പോൾ ഇതാണ് ഞാൻ ഓക്കെ ഇത് കൊടുക്കാം. അങ്ങനെ ഇത് പിന്നെ ആ സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് വിക്ടോറിയ. അങ്ങനെ ഞാൻ അവളുടെ അവിടെ പറഞ്ഞു, ഞാൻ നിന്റെ പേര് പൊക്കാണ്, ശരിക്കുള്ള ആളാണ്, പേര് അവിടെ നിന്നാണ്. ജയം കാണാത്തൊരു ക്യാരക്ടറാണല്ലോ വിക്ടോറിയ. അതെ അതെ. അപ്പൊ വിക്ടോറിയ അവിടെ വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ടാണ്. അപ്പൊ വിക്ടോറിയയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് പൊക്കാണ്, നിന്റെ പേരും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഞാൻ പൊക്കാണെന്ന് പറഞ്ഞു. അവിടുത്തെ കുറെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നീട് മീനാക്ഷി വർക്ക് ചെയ്യാൻ പോയത് അവിടെ തന്നെയാണ്. അപ്പോ നീതു ചേച്ചിയും വിക്ടോറിയ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അവരാണ് നമുക്ക് പ്രോഡക്ട്സ് വരെ വാങ്ങി തന്നെ. പാർലറിൽ അവൾ ഉപയോഗിക്കുന്ന വാക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വാങ്ങിച്ചത് പോലും അവരാണ് കൃത്യമായിട്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ KSFDCക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ് എന്നുള്ള ഐഡിയ അതിനകത്ത് വെക്കാം. അങ്ങനെ ഈ സെൻട്രൽ ക്യാരക്ടർ അങ്ങനെ ഒരു ഇതിലൂടെ പോകുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ പേഴ്സണലി പോയ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ട് അങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. സിനോപ്സിസും ഒരു ചെറിയ ട്രീറ്റ്മെന്റ് നോട്ടുമാണ് KSFDC ഫസ്റ്റ് ലെവൽ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് അവർ കുറച്ചുപേരെ പിക്ക് ചെയ്യും. അങ്ങനെ ഒരു 15 വിമൻ ഡയറക്ടേഴ്സിനെയും 15 ദളിത് ഡയറക്ടേഴ്സിനും കൂടി ആയിട്ടാണ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേജിൽ. ആ വർക്ക്ഷോപ്പിലാണ് പിന്നെ നമുക്ക്
എങ്ങനെയാണ് ഒരു പിച്ച് ഡെക്ക് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് നോട്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നത്. അത് നമുക്കൊരു മെന്ററൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പ്രിയ കൃഷ്ണസ്വാമി ആയിരുന്നു എൻ്റെ മെന്റർ. അവരോട് നമുക്ക് സംസാരിക്കാം. അപ്പം അങ്ങനെ ഒരു 10 പേജ് ട്രീറ്റ്മെന്റ് നോട്ട് റെഡിയായി, പടത്തിന്റെ മൊത്തം ഒരു ഔട്ട്ലൈൻ. അത് നമ്മൾ പിച്ച് ചെയ്തിട്ടാണ് അവർ 5 പേരെ പിക്ക് ചെയ്തിട്ട് അവരോട് ഫുൾ സ്ക്രിപ്റ്റ് വെക്കാൻ പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഫൈനൽ സ്റ്റേജിൽ. ഈ ബോയ് ഫ്രണ്ട് ആയിട്ട് വോയിസ് ആക്ട് ചെയ്ത അത് ആരാണ് ശരിക്കും? ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. എന്നാൽ നമ്മൾ കുറെ കേട്ട കോൺവെർസേഷൻസും പരിപാടി ഭയങ്കര റിലേറ്റബിൾ. എനിക്ക് റിലേറ്റബിൾ എന്നല്ല പറഞ്ഞു, പൊതുവെ കുറെ കേട്ട രീതിയിലുള്ള കോൺവെർസേഷൻ. വിജയ് സുരേഷ് ആണ്. വിജയ് ഒരു ആക്ടറാണ്, ഡയറക്ടറാണ്, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. വിജയ് ആക്ച്വലി എൻ്റെ അസോസിയേറ്റ് ആയിരുന്ന തീർത്ഥയുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അങ്ങനെയാണ് നമുക്ക് ഓൺ ബോർഡ് വരുന്നത്. എനിക്ക് അങ്കമാലി ആലുവ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ വിജയ് ഭയങ്കര കൺവിൻസിങ്. എനിക്ക് ഫസ്റ്റ് തന്നെ ഭയങ്കര വർക്കായി വിജയുടെ. വിജയ് പ്രേമത്തിലൊക്കെ ഉണ്ട്. അതെ. പ്രേമത്തിൽ മറ്റേ അടി കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കൂലേ, മറ്റേ എന്തോ കോഴി എഴുതി കാണിക്കുന്ന അതാണോ? അങ്ങനെ എന്തോ അടി കിട്ടിയിട്ട് മുഖമൊക്കെ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നു. മീനാക്ഷി, ഇപ്പൊ ഈ കമ്പാരിറ്റീവ്ലി കരിയറിന്റെ ഭയങ്കര ഇനീഷ്യൽ കാലഘട്ടത്തിലാണല്ലോ ഒരു ടൈറ്റിൽ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഒരു പടം വരുന്നത്. അത് ഒരേ സമയം ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതേസമയം ഒരു ഹോൾ പടത്തിനെ ഷോൾഡർ ചെയ്യണം എന്നുള്ള ഒരു ടെൻഷൻ ഫാക്ടറും കൂടെ വരുന്നുണ്ടല്ലോ. ഇതിൽ ഏത് ഫീലിംഗ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് ഈ പടം വരുന്ന സമയം? ഞാനങ്ങനെ അതൊരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാനിത് ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ. അത് അന്ന് അത്ര ചെറുതായിരുന്നു മീനാക്ഷി, 23-24 വയസ്സേ ഉള്ളൂ മീനാക്ഷി. അത്രയും നല്ല രസമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്ത് വന്നാ ഞാൻ എടുക്കും. 2023 നമ്മള് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഓഡിഷൻ വന്നപ്പോ തന്നെ എനിക്ക് എന്തായാലും കിട്ടില്ല എന്നുള്ളൊരു വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം അവര് അങ്കമാലിയിൽ തന്നെ ഉള്ള ആള് വേണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ ഇതിനൊരു ഗെയിം ആയിട്ട് കാണാം ഈ ഓഡിഷനെ. ആസ് ഇൻ ഞാൻ വിചാരിച്ചിരുന്നു വലിയൊരു നടിയൊക്കെ ആയി കഴിയുമ്പം ഏതെങ്കിലും ഒരു ഡയറക്ടറിന്റെ അടുത്ത് വന്ന് പറയുമല്ലോ ഈ ആക്സെന്റ് വേണം ഈ റോളിന് എന്ന് പറയുമ്പോൾ ആ കാര്യത്തിനെ ഞാൻ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ ഓഡിഷനെ ഞാൻ കണ്ടിരുന്നത്. അപ്പൊ ഞാൻ അങ്കമാലി ആക്സെന്റ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നടന്നു അവിടെ കൂടെയൊക്കെ. അപ്പൊ എന്നിട്ട് ഞാൻ കുറച്ച് പേരുടെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ചേച്ചിമാരുടെ അടുത്ത് നിന്നൊക്കെ വോയിസ് നോട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഓഡിഷന് മുമ്പ്. അപ്പം അങ്ങനെ അത് പഠിച്ചിട്ട് ഓഡിഷന് പോവാന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ അസോസിയേറ്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്താ അങ്കമാലി ആക്സെന്റ്, ഒരു ചായ കുടിച്ച് അങ്കമാലി ആക്സെന്റ് ഉള്ള ഒരാളുടെ അടുത്ത് സംസാരിച്ച് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ പെട്ടെന്നൊന്ന് മീറ്റ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഡയറക്ടർ ഉണ്ടല്ലോ അവിടെ അങ്കമാലി ബസ് സ്റ്റോപ്പിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ശരിക്കും ആ സമയത്ത് ഞാൻ വേർത്ത് കുളിച്ച് അങ്ങനെ ഭയങ്കര ബാഡായിട്ട് ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും കിട്ടില്ല, എന്നാലും പോയി മീറ്റ് ചെയ്തേക്കാം, ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് അങ്കമാലി ബസ് സ്റ്റോപ്പിൽ മറ്റേ നവ്യ ബേക്കറിയില് ജ്യൂസ് കുടിച്ചിട്ടാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് ശിവനെ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഓഡിഷൻ ചെയ്യുന്നത്. രസമുണ്ടല്ലോ, എക്സൈറ്റ്മെന്റ്, ഈ യങ് ഡില്യൂഷണൽ എനർജിയിലായിരുന്നു അന്ന് ഞാൻ. ഇപ്പൊ ഞാൻ പടം കാണുമ്പോഴാണ് ഇവിടെ എന്ത് ധൈര്യത്തിലാണ് ഇത് പോയി ചെയ്തേ എന്നാലോചിക്കുന്നത്. പിന്നെ എനിക്കിതൊരു വലിയൊരു പരിപാടിയോ അല്ലെങ്കിൽ വലിയൊരു റിസ്കോ അങ്ങനെയൊന്നും തോന്നുന്ന രീതിയിലല്ല. കുറെ ഫ്രണ്ട്സ് ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു എന്നാണ് തോന്നിയിരുന്നത്. അങ്ങനെ ഒരു ലൈറ്റ്നെസ് മൊത്തം ഉണ്ടായിരുന്നു നമുക്ക്. മൊത്തം പടം ചെയ്യുമ്പോഴും എന്തോ ചെയ്യാണെന്നുള്ള അങ്ങനെ ഒരു നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട്. എനിക്ക് തോന്നുന്നു അത് KSFDC പ്രോജക്റ്റിന്റെ ഒരു ക്വാളിറ്റിയും കൂടിയാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രഷർ ഇല്ല. ഇതിപ്പോ കൊമേഴ്ഷ്യലി ഹിറ്റ് ആവണമെന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഫെസ്റ്റിവലിൽ പോയി അവാർഡ് അടിക്കണമെന്നോ ഇങ്ങനെയൊന്നും ആരും നിർബന്ധിക്കുന്നില്ലല്ലോ നമ്മളെ. അപ്പൊ അതൊരു ശരിക്കും ഒരു ലേണിംഗ് ഗ്രൗണ്ട് ആണ്, ഒരു ഫിലിം സ്കൂൾ പോലെയാണ് KSFDC പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത്. അല്ല, ഈ അങ്കമാലി സ്ലാങ്ങിന്റെ കാര്യത്തിൽ അത് അങ്കമാലി സ്ലാങ് അല്ലെങ്കിൽ അങ്കമാലി, ചാലക്കുടി, ഈ നോർത്ത് പറവൂർ സൈഡൊക്കെ അവിടെ ഒരു ഈ സ്ലാങ്ങിനൊരു താളം ഉണ്ടല്ലോ, ഭയങ്കര മ്യൂസിക്കലായിട്ടാണല്ലോ അത് പോകുന്നത്. ഇപ്പൊ
ഇപ്പൊ ഞാനൊക്കെ പാലക്കാട് സംസാരമൊക്കെ ഇതാക്കി എല്ലാരും പറയും നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല, ഭയങ്കര സ്പീഡാണല്ലോ നമ്മൾ. പക്ഷെ ഇതൊരു മ്യൂസിക്കലായിട്ടാണല്ലോ ഇങ്ങനെ പോകുന്നത്. അത് ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു ഈ തൃപ്പൂണിത്തറ ടു അങ്കമാലി. അത് അങ്കമാലി ആക്ച്വലിന് ഒരു സ്പീഡുണ്ട്, ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുക. ഞാൻ ആങ്സൈറ്റി ഉള്ള ആളായതുകൊണ്ട് അത് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ശിവയുടെ കൂടെ നിന്നാണ് ഞാൻ ശിവയുടെ കൂടെ ആയിരുന്നു സ്റ്റേ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ശിവയുടെ കൂടെ സംസാരിച്ച് അത് ഭയങ്കരമായിട്ട് എൻ്റെ കൂടെ നമ്മള് എപ്പോഴും ഒരു ഷൂട്ടിൽ ആ ഡയറക്ടറിന്റെ സ്വഭാവമായി മാറും നമ്മൾ ആ ഷൂട്ട് കഴിയുമ്പോൾ. അപ്പം ശിവേനെ ഒബ്സർവ് ചെയ്യുന്നതും ശിവയുടെ കൂടെ എല്ലാ ദിവസവും സംസാരിക്കുന്നതും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഷൂട്ടിന്റെ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഈ ട്രെയിൻ ചെയ്തതൊക്കെ മറക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്ക്രിപ്റ്റ് കൺസൾട്ടന്റ് അനു എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് സ്ലിപ്പായ അപ്പം തന്നെ എനിക്ക് പറഞ്ഞു അതല്ല, അത് മറ്റേത് കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം യെസ്, അപ്പം ഞാൻ അനുവിന്റെ കൂടെ എപ്പോഴും ലൈൻ റൺ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ എപ്പൊ ഫ്രീ കിട്ടുമ്പോഴും ലൈൻ റൺ ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ അനു എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ കാര്യത്തിൽ. ഈ കഴിഞ്ഞ ദിവസം വിക്ടോറിയയെ പറ്റി ഞാൻ വായിച്ചൊരു ആർട്ടിക്കിളില് ഈ ആണുങ്ങള് സ്ത്രീപക്ഷ സിനിമ എടുക്കുന്ന പോലെ അല്ല ശരിക്കും വിക്ടോറിയ ഒരു സ്ത്രീപക്ഷ സിനിമ എടുക്കുന്നതിൽ ഉള്ള ഒരു ഓർഗാനിക് നേച്ചർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. അത് ശരിക്കും ഒരു ഫിലിം മേക്കർ ഒരു ഫിലിം മേക്കർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈ ഒരു സ്ത്രീപക്ഷ സിനിമ എടുക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാതെ ഇരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ശരിക്കും? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? എനിക്കറിയില്ല അല്ലെങ്കിൽ അങ്ങനെ പറ്റുമോ ശരിക്കും? ഒരാണിന് പ്രശ്നങ്ങളില്ലാത്തൊരു സ്ത്രീപക്ഷ സിനിമ എടുക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ? പറ്റുമായിരിക്കും. അത് അങ്ങനെ പറ്റാതിരിക്കാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ കൂടെ ആരൊക്കെയാണ് റൈറ്റിംഗ് ആരാ ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടോ? കൊളാബറേഷനിലൂടെ പോസിബിൾ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പറ്റായിക്കൊന്നുമില്ല. എന്താ പ്രോബ്ലം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? എന്താണ് ശരിക്കും ഒരു സ്ത്രീപക്ഷ സിനിമ എടുക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ഫീൽ ചെയ്യുന്നത്? അതിനെ അപ്രോച്ച് ചെയ്യുന്നതിലുള്ള ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ പാളാറുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ആൾക്കാർ ഇതുപോലെ കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമുണ്ടാവില്ല. ജഡ്ജ്മെന്റ് പാളിപ്പോവാനൊക്കെ അതിങ്ങനെ ഒരു പ്രീ അസംഷനിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രിജുഡൈസ്ഡ് ആയിട്ട് ചില കാര്യങ്ങൾ വെക്കുമ്പോഴാണ് പാളുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അല്ലാതെ കുറച്ച് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 2 സ്ത്രീകളെ 3 സ്ത്രീകളെ നമുക്ക് അറിയണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് അവരുടെ പോലത്തെ 2 ക്യാരക്ടേഴ്സിനെ നമ്മൾ എഴുതിയോ അല്ലെങ്കിൽ അതൊരു ലാക്ക് ഓഫ് നോയിങ് മോർ പീപ്പിൾ എന്ന് നമുക്ക് ചില സിനിമ കാണുമ്പോൾ തോന്നും. ചിലർക്ക് കുറച്ച് പേരെ അറിയുള്ളൂ ലോകത്തെന്നൊക്കെ തോന്നും. അല്ല, എനിക്കും വിക്ടോറിയ കണ്ടപ്പോൾ പൂർണ്ണമായിട്ട് എനിക്കും അങ്ങനെ തന്നെ തോന്നിയത് കേട്ടോ. ഒരു സ്ത്രീ എടുക്കുന്ന സമയത്തുള്ള ആ ഭംഗി എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതല്ലാതെ ചോദിച്ചതാണ്. എനിക്കറിയില്ല സത്യത്തിൽ. ഇത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. വളരെ പ്രിജുഡൈസ്ഡ് ആയിട്ട് ചില ക്യാരക്ടേഴ്സിനെ എഴുതുന്നു എന്നൊക്കെ. അവർക്ക് ഇങ്ങനെ അങ്ങനെ ഒരു സ്ത്രീനെയൊക്കെ അറിയണ്ടാവും, പക്ഷെ അതുപോലെയാണ് എല്ലാവരും എന്നുള്ള രീതിയിലൊക്കെ എഴുതും. അതൊരു ലെയേഴ്സ് ഇല്ലാത്ത ഡെപ്ത് ഇല്ലാത്ത പോലെ തോന്നും. വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് ഒരു ലെയറിൽ മാത്രം അവരെ പരിചയമുള്ള പോലെ തോന്നും. അതിനെനിക്ക് തോന്നുന്നു നമ്മള് ജീവിതത്തിലുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ സംസാരിക്കുക, ജീവിതത്തിൽ ആൾക്കാരെ കൂടുതൽ ഡെപ്തിൽ അറിയാൻ ശ്രമിക്കുക, ലിസൺ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. കേൾക്കുക. വിക്ടോറിയയുടെ റൈറ്റിംഗില് ഒരു ടെയിലൻഡ് ഒക്കെ മനസ്സിൽ ഫിക്സ് ചെയ്തിട്ടാണോ തിരിച്ചു വരുന്നത്, അതോ ഇതൊരു സീൻ ബൈ സീൻ മീൻസ് സീൻ വൈസ് തുടങ്ങി പ്രോഗ്രസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആയിരുന്നു? ഇവിടെ ഈ ഒരു കൺവിക്ഷനിലേക്ക് എത്തുന്ന എനിക്കുണ്ടായിരുന്നു എൻഡില്. അങ്ങനത്തെ ഒരു സ്ഥലത്തിലാണ് എത്തുന്നത്. ആ ഒരു പോയിന്റിൽ എത്തിയിട്ട് കോഴിയായിട്ട് പോകുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം എൻ്റെ ഇടയിൽ എഴുതിയതായിരുന്നു. വിക്ടോറിയയുടെ ട്രേഡ്സ് പഠിക്കുന്നതിൽ ഒരു റിസർച്ച് മോഡലും കൂടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് തോന്നിയത് മറ്റേ ത്രെഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് വായിൽ വെച്ചിട്ട് സംസാരിക്കുന്ന സാധനങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ബ്യൂട്ടി പാർലറിലുള്ള ഒരു മെയ്വഴക്കം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലേ? ഇതിലേക്ക് എത്തുന്നത് എങ്ങനെ ശരിക്കും, ഇതിന്റെ ഈ റിസർച്ച് മോഡലിൽ എത്തുന്നത്? മീനാക്ഷി നമ്മൾ ഓഡിഷൻ കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങനെ മീനാക്ഷിയോടും ദർശന എന്ന് പറഞ്ഞ പാർലർ ഓണറായിട്ട് അഭിനയിച്ച ചേച്ചിയോടും പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും പോയി പഠിക്കണം. മീനാക്ഷി എസ്പെഷ്യലി അത് പഠിക്കാണ്ട് പറ്റയില്ലായിരുന്നു നമുക്ക്. അപ്പൊ മീനാക്ഷി അവളുടെ വീടിന്റെ അടുത്തുള്ള ഒരു പാർലറിൽ കുറച്ച് നാള് പോയിരുന്നു. പിന്നെയാണ് നമ്മുടെ അങ്കമാലിലെ പാർലറിൽ അവള് പോയി വർക്ക് ചെയ്തത്. അപ്പൊ അവിടെ അവള് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അവിടെ അവരുടെ കൂടെ നിന്ന് രാവിലെ പോയി വൈകുന്നേരം വരെ അവിടെ
സ്പെൻഡ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചു. ഇടയ്ക്ക് ഞാനും പോകും, എൻ്റെ മേത്ത് ഓരോന്ന് പരീക്ഷിക്കും. വാക്സിൻ ഒക്കെ എൻ്റെ മേത്താണ് പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആശാന്റെ നെഞ്ചത്തന്നെ പണിയണമല്ലേ? അപ്പോ അല്ല വേറെ എവിടെയാ പഠിക്കാം. അവിടെ എല്ലാരും ക്രൂവിലുള്ള മിക്കവരെയും ഞാൻ പലതും ചെയ്ത് ശ്രമിച്ചു. മസാജ് അവർക്കൊക്കെ നല്ല സുഖമായിരുന്നു. അവിടെ നീതു ചേച്ചിയാണ് എന്നെ പഠിപ്പിച്ചത്. നീതു ചേച്ചിയും വിക്ടോറിയയും കൂടിയാണ് പഠിപ്പിച്ചിരുന്നത്. പെഡിക്യൂർ, പിന്നെ ഈ മസാജ് ചെയ്യുന്ന 8 അങ്ങനത്തെ കുറെ രീതികളുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയിരുന്ന ഈ സ്പീഡാ, ഈ കടിച്ചിട്ട് ഇങ്ങനെ വെക്കുന്ന സ്പീഡ്. അത് എപ്പോഴും പാർലറിലെ ചേച്ചിമാർക്കൊക്കെ ഭയങ്കര സ്പീഡാ അത് ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും പോയി വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ കയ്യിൽ എപ്പോഴും ഒരു ത്രെഡ് ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഞാൻ ഷോട്ടിന്റെ ഇടയിൽ സമയം കിട്ടുമ്പോ ഒക്കെ ഞാൻ ഇത് ചെയ്യും. അപ്പൊ അവിടേക്കല്ലേ നമുക്കൊരു കൺവിക്ഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് ചെയ്തിട്ടുണ്ട്. യെസ്, ആ സ്പീഡ്. വിക്ടോറിയ അവിടെ 1.5 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാർലറിലെ കോഴ്സ് പഠിച്ച് ചെയ്യുന്ന ഒരാളാ. അപ്പം അതിന്റെ അടുത്തേക്കെങ്കിലും എത്താനായിട്ടുള്ള കുറെ ശ്രമങ്ങള് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ പണ്ട് കുറെ ഇന്റർവ്യൂസിൽ ആക്ടേഴ്സ് പറയുന്ന കേട്ടിട്ടുണ്ട്, മറ്റേ ഞാൻ ഇത് റോളിന് വേണ്ടിയിട്ട് പിയാനോ 6 മാസം പഠിച്ചു എന്നൊക്കെ. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും എന്നാലും പറയാനെങ്കിലും പറ്റണ്ടേ. അപ്പൊ ഞാൻ ശരിക്കും അതൊക്കെ എന്റെ കരിയറിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കിട്ടുന്ന വിചാരിച്ചിരുന്നത്. അപ്പൊ ആദ്യത്തെ പടത്തിന് തന്നെ കിട്ടിയപ്പോ എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. അവരുടെ ഈ അങ്കമാലിയുള്ള പാർലറിന് രാവിലെ പോവായിരുന്നു. അവര് ഷട്ടർ തുറക്കുമ്പോഴേ പോകും. അപ്പം ഈ പടത്തിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാരും കൂടെ ക്ലീൻ ചെയ്യാം, എല്ലാം അടിച്ചു വാരി ഒന്ന് തുടച്ച് അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് ആള് വരുമ്പോ മറ്റേ ത്രെഡ് ചെയ്യുമ്പോ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട്. മുടി വെട്ടി കഴിഞ്ഞിട്ട് എന്താ അടിച്ചു വാരി കളയാ. അവർക്കൊരു ഫ്രീ ഇന്റേൺ അല്ലേ? അവർക്കും ആക്ച്വലി ഒരുപാട് ടൈം അവര് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെ, അല്ലാണ്ട് ആ പാർലർ തന്നെയാണ് ഈ എക്സ്റ്റീരിയർ ഫസ്റ്റ് ഷോട്ടിൽ അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരെന്നിട്ട് ചില കസ്റ്റമേഴ്സ് വരുമ്പോ ചോദിക്കും ഇത് ഏതാ ഈ കുട്ടി എന്ന് ചോദിക്കും. അപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നൊക്കെ പറയാം. അത് സിനിമയ്ക്ക് വേണ്ടിട്ട് എന്നൊക്കെ പറയാൻ കുറെ സമയം എടുക്കില്ലേ. അപ്പൊ അവര് അത് ഇവിടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാന്ന് പറയും. ഈ പടത്തില് മറ്റേ ഇടയിൽ ചായ കൊണ്ടുവരുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ആ ഒരു 5 രാവിലെ ഒരു സമയമാകുമ്പോഴേക്കും ചായ കൊണ്ടുവന്ന് തരും. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് റിയൽ ലൈഫ് ഞാൻ അവിടെ പോയി കുത്തിയിരുന്ന് കുറെ ദിവസം അവരതും എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയി കുറെ ദിവസം വെറുതെ ഇരിക്കും. ഞാൻ ഇങ്ങനെ ആരൊക്കെയാ വരുന്നത്, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്, അങ്ങനെ എനിക്കും ഭയങ്കര ഒരു എന്താ പറയാ, ഞാനൊരു എത്നോഗ്രാഫർ മൂഡിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽസ് പിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഷാങ്കായിൽ ആക്ച്വലി ഈ ബെസ്റ്റ് ആക്ട്രസ് വിൻ ചെയ്യാന്ന് പറഞ്ഞ ഇപ്പൊ ഈ മൈൽ സ്റ്റോൺ മൊമെന്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയാണ്. എന്താണ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു റിസപ്ഷൻ ഫീൽ എന്താ ശരിക്കും? ഇവിടുന്നുള്ള ഒരു കോളോ അങ്ങനത്തെ ഒരു മനസ്സിൽ നിൽക്കുന്ന മൊമെന്റ്? മഞ്ജു ചേച്ചിയൊക്കെ മഞ്ജു വാര്യരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ഞാൻ അവിടുന്ന് ഷാങ്കായിന്ന് അത് കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ഐ മെയ്ഡ് ഇറ്റ് ഇൻ ലൈഫ്. കാരണം മഞ്ജു ചേച്ചി നോസ് ദാറ്റ് ഐ എക്സിസ്റ്റ് എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര പിന്നായിരുന്നു. അങ്ങനെ മഞ്ജു ചേച്ചി, പിന്നെ രഞ്ജിനി ചേച്ചി, അങ്ങനെ കുറെ എനിക്ക് നൈലാവുഷ് ചേച്ചി, അതാണ് ഞാൻ ഐ മെയ്ഡ് എ ഫ്രണ്ട് എന്നിട്ട് പുള്ളിക്കാരിയും ഞാനും കുറെ വർഷങ്ങളായിട്ടുള്ള പരിചയം പോലെ ആയി ഇപ്പം സംസാരിച്ചു. ദേ വർ ഓൾ സീയിങ് ഇറ്റ് ആസ് ദെയർ വിൻ സം വേ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര പേഴ്സണൽ വിൻ ആയിട്ട് തോന്നി എന്ന് പറഞ്ഞിരുന്നു അവരെല്ലാരും. അപ്പം യാ അങ്ങനെ കുറെ ഫ്രണ്ട്സ്. എത്ര രാജ്യങ്ങൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് സിനിമയായിട്ട്? നമ്മുടെ സിനിമയായിട്ട് പോയി എത്ര രാജ്യങ്ങള് സർക്കിട്ട് അടിച്ചിട്ടുണ്ട്? ചൈന, മലേഷ്യ, കൊറിയ, ഓസ്ട്രേലിയ. തായ്വാൻ പോവാൻ പറ്റിയില്ല. തായ്വാനും ഓസ്ട്രേലിയ ഒരു സമയത്തായോണ്ട്. ഈ IFFK ആയിരുന്നല്ലോ പ്രീമിയർ IFFK പ്രീമിയർ ചെയ്യുന്ന പടങ്ങള് പുറത്ത് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിന് അപ്ലൈ ചെയ്യാൻ അതൊരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ചില ഫെസ്റ്റിവലില് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? നമ്മളെപ്പോഴും വേൾഡ് പ്രീമിയർ ആദ്യം പുറത്ത് ചെയ്യാണ് എല്ലാരും ചെയ്യുന്നത്. ഇതൊക്കെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചതാണ്. അതായത് നമ്മൾ വേൾഡ് പ്രീമിയർ കഴിഞ്ഞ പിന്നെ പല ഫെസ്റ്റിവൽസിനും നമ്മളെ എടുക്കാനുള്ള സാധ്യത കുറയും എന്നുള്ളത്. അവരുടെ റൂൾസിൽ തന്നെ പ്രയോറിറ്റി വേൾഡ് പ്രീമിയറിന് കൊടുക്കണം എന്നുണ്ട് മിക്ക ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിനും. ഷാങ്കായി തന്നെ ഇക്കൊല്ലം ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ പ്രീമിയർ ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന ഒരു സിനിമ എടുക്കുന്നത്. യൂഷ്വലി അവർ ഒന്നെങ്കിൽ കാനിലും അല്ലെങ്കിൽ അങ്ങനെ
പ്രീമിയർ അങ്ങനത്തെ A-ലിസ്റ്റ് യൂറോപ്യൻ ഫെസ്റ്റിവൽസിൽ കാണിച്ചതിന്റെ ഏഷ്യൻ പ്രീമിയർ ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ വേൾഡ് പ്രീമിയർ തന്നെയായിരുന്നു. നമ്മുടെ കൂടെ എടുത്ത എല്ലാ സിനിമകളും ഒന്നെങ്കിൽ വേൾഡ് പ്രീമിയർ അല്ലെങ്കിൽ ഏഷ്യൻ പ്രീമിയർ ആയിരുന്നു. ഇന്റർനാഷണൽ പ്രീമിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലിമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് എന്തോ ഒരു ലക്കാണ് അത് കിട്ടിയത്. ഈ വിക്ടോറിയ ഇപ്പോൾ IFFK തുടങ്ങി, IFFK പിപ്രസി അവാർഡ് കിട്ടുന്നു, ബെസ്റ്റ് മലയാളം ഡെബ്യൂ ഡയറക്ടറിന്റെ അവാർഡ് കിട്ടുന്നു, ഷാങ്കായിൽ വിൻ ചെയ്യുന്നു, കൊൽക്കത്തയില് ഇത് മറ്റേ നെറ്റ്പാക്ക് അവാർഡ്. ഇപ്പൊ ഈ ഉറപ്പായിട്ടും വിക്ടോറിയ പോലൊരു സിനിമ ഒരു ഇന്റർനാഷണൽ സർക്യൂട്ടിൽ പോകുന്ന നമ്മളെ സംബന്ധിച്ച് ഭയങ്കര അഡ്മിറേഷനും ഭയങ്കര പ്രൗഡായിട്ടുള്ള സംഗതിയാണ്. പക്ഷെ ഇത് ടുവേർഡ്സ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഈ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ഫെമിനിസ്റ്റ് ഫാത്തിമ പോലൊരു പടം പരിഗണിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും തിയേറ്ററിൽ ഭയങ്കര വലിയ വിജയമായിട്ടുള്ള സിനിമകളാണ് ഒരു മെജോറിറ്റി സ്ട്രാറ്റം ഓഫ് സംസ്ഥാന അവാർഡ് നമ്മൾ റെക്കഗ്നിഷൻ ആയിട്ട് കാണുന്നത്. അതൊരു ഡിബേറ്റബിൾ ടോപ്പിക് ആക്ച്വലി, നമ്മൾ അതിന് പ്രോബ്ലമാറ്റിക് ആണെന്നല്ല പറയുന്നത്. പക്ഷേ ഈ ചെറിയ ക്യാൻവാസിൽ അല്ലെങ്കിൽ ഒരു വലിയ ബാക്കപ്പ് ഇല്ലാത്ത സിനിമകൾ ചെയ്യുമ്പോൾ നമ്മുടെ ആൾക്കാരിലേക്ക് ഈ വിക്ടോറിയ പോലൊരു സിനിമ ഫോർ എക്സാമ്പിൾ ആളുകളിലേക്ക് എത്തണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റർ എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ സർക്യൂട്ട്സും പിന്നെ സംസ്ഥാന അവാർഡും, അങ്ങനെ അത് രണ്ടുമാണല്ലോ നമുക്ക് ആൾക്കാരിലേക്ക് ഈ പടം എത്തിക്കേണ്ട മേജർ വഴി. ആ രീതിയിൽ ഇപ്പോൾ വിക്ടോറിയ പരിഗണിക്കപ്പെട്ടില്ല, അങ്ങനെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അങ്ങനെ തോന്നുന്നുണ്ടോ ശരിക്കും? കുറച്ചുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എസ്പെഷ്യലി മീനാക്ഷിക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ എങ്കിലും എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ അത് സാരില്ല, കാരണം അത് ഓരോ ജൂറിയുടെയും എനിക്ക് തോന്നുന്ന ഒരു ടേസ്റ്റും അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്ന അവരുടെ ആ ഒരു വർഷത്തെ തീരുമാനങ്ങളും ഒക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു നോ ഹാർഡ് ഫീലിങ്സ്. എന്നെ മറ്റേ എല്ലാരും പ്രതീക്ഷ മീനാക്ഷിക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, കാരണം അവൾക്ക് അത്രയും ബിഗ് ആയിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയതാണ്. എനിക്ക് ഭയങ്കര വിഷമായി, ശരിക്കും വിഷമായി. പിന്നെ ഞാൻ അന്ന് കരയൊക്കെ ചെയ്തു. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മീനു ഇത് നിന്റെ ആദ്യത്തെ സിനിമയല്ലേ, അവസാനത്തെ സിനിമയല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനിയും വരും, ലാസ്റ്റ് റൗണ്ട് വരെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പടത്തിന് എപ്പോഴേലൊക്കെ കറങ്ങി തിരിഞ്ഞ് കാലചക്രം തിരിഞ്ഞു വരും. അമ്മയെ കുറിച്ച് വിക്ടോറിയയെ പറ്റി അമ്മയായിട്ട് കണക്ട് ചെയ്തൊരു രസകരമായിട്ട് പറഞ്ഞല്ലോ, എല്ലാ അമ്മമാരുടെ ഒരു വിക്ടോറിയ ഉണ്ടാവാൻ സാധ്യത. അത് എനിക്ക് ആക്ച്വലി എൻ്റെ അമ്മയുടെയും റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ഡീപ്പായി ഈ ഷൂട്ടിന് ശേഷം. വിക്ടോറിയ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് ഞാൻ കുറച്ചുകൂടെ എംപത്തറ്റിക് ആയി. അത് മെയിൻലി അമ്മയോട് കുറച്ചുകൂടെ എംപത്തറ്റിക് ആയി. ഞാൻ വിചാരിക്കുന്നു ഈ വിക്ടുവിനെ പോലെ തന്നെയാണല്ലോ എൻ്റെ അമ്മ എന്നോട്, എന്നുവെച്ചാൽ എപ്പോഴും അമ്മയുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് എന്നെ കുറെ അമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അമ്മയ്ക്ക് അങ്ങനെ ഞാൻ സിനിമയിൽ വരണമെന്നുള്ള വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടുന്ന് അമ്മ ഇപ്പം എന്നെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ കരിയറിലുള്ള ടെൻഷൻ വരുമ്പോൾ എന്നെ എല്ലാ ദിവസവും മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനിയും പ്രയത്നിക്കണം, അപ്പൊ ഇനിയും സിനിമകൾ ചെയ്യാൻ പറ്റും, ഒരിക്കലും തളരരുത് എന്നൊക്കെ അമ്മ എൻ്റെ അടുത്ത് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരെ എത്തി. അപ്പം വിക്ടോറിയ എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കിയിട്ടുണ്ട് ആ സിനിമ, ആ എക്സ്പീരിയൻസ്. അതുപോലെ എനിക്ക് ഇപ്പം സർവീസ് സെക്ടറിലുള്ള ആൾക്കാരെയും ഞാൻ പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ കാണുന്നത്. എല്ലാവരും ചിരിച്ചു നിൽക്കുന്ന എല്ലാവരുടെയും മുഖത്ത് ചിലപ്പോൾ ആ ചിരി അല്ലാതെ ഒരു ബാത്റൂമിൽ പോയിട്ടുള്ള കരച്ചിലുണ്ടാവും എന്നുള്ളത് എന്നെ കോൺസ്റ്റന്റ്ലി റിമൈൻഡ് ചെയ്യിക്കുന്നുണ്ട് ഈ സിനിമ തന്ന എക്സ്പീരിയൻസ്. വിക്ടോറിയ റിയലി മേഡ് മീ എ ബെറ്റർ ഹ്യൂമൻ ബീങ്, ഐ വുഡ് സേ. ശിവരഞ്ജലിക്ക് എങ്ങനെ ഇതിന്റെ ഫിലിമിങ് കഴിയുന്ന സമയത്ത് ഈ പറഞ്ഞ ഭയങ്കര പേഴ്സണലായ ഒരു ഷിഫ്റ്റും പരിപാടിയൊക്കെ ഈ ഫിലിമിങ്ങിന്റെ കൂടെ ലേണിംഗ് കൂടെ നടക്കുന്നുണ്ടല്ലോ, ഇത് കഴിയുമ്പോഴുള്ള അവസ്ഥ എന്താ ശരിക്കും? ഭയങ്കര എൻലൈറ്റനിങ് ആയിരുന്നു മൊത്തത്തിൽ. കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. സിനിമ എടുക്കുന്നത് മാത്രമല്ല, സിനിമ എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കുക, ഫെസ്റ്റിവലുകളിലേക്ക് എത്തിക്കുക, എനിക്കതൊക്കെ ഭയങ്കര മേജർ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തം ഈ ഫെസ്റ്റിവൽസിന്റെ മൊത്തം പരിപാടിയും ഇതൊക്കെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. ഞാൻ വളരെ നൈവായിരുന്നു, ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ അതിന് എഫേർട്ടും എടുത്തിട്ടില്ല എന്ന് പറയാം. ഞാൻ ഈ വേറെ എവിടെയും ഈ പടം പിച്ച് ചെയ്തിട്ടൊന്നുമില്ലല്ലോ, നേരെ KSFDC അങ്ങനെ. ഇപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നത് NFDC ഫിലിം ബസാറിൽ പോയില്ലേ, അവിടെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ എനിക്കൊന്നും ആ സമയത്ത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അപ്പം ആ രീതിയിൽ എനിക്ക് ഭയങ്കര ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇപ്പം നമ്മൾ ഓരോ ഫെസ്റ്റിവലിന് പോകുമ്പോഴും അവിടെയൊക്കെ എന്തൊക്കെയാണ് പല പാനൽ ഡിസ്കഷൻസ്, പല വർക്ക്ഷോപ്സ് ഒക്കെ നടക്കുന്നത് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെയാണ് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നത്. അവിടെ മീറ്റ് ചെയ്യുന്ന വേറെ ഫിലിം മേക്കേഴ്സ്, അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് അവരുടെ പടം ഇങ്ങോട്ട് എത്തിച്ചത്,
ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിനെയൊക്കെ വേറെ ഇന്ത്യയിലെ തന്നെയുള്ളവരെയൊക്കെ പലയിടത്തും വെച്ച് മീറ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് അവരെങ്ങനെ ഇത് പ്രൊഡക്ഷനോട് പിച്ച് ചെയ്തു, അപ്പോൾ ഇത് കഴിഞ്ഞിനി മേ ബി ഞാൻ ഒരു പടം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നെക്സ്റ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ വിക്ടോറിയ കഴിഞ്ഞിട്ട് മനസ്സിലുണ്ടോ ശരിക്കും? ഇല്ല, ഞാൻ ആക്ച്വലി PhD ഫിനിഷ് ചെയ്യണം. അതൊരു വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അത് തീർത്ത ശേഷം ആലോചിക്കാം എന്നുള്ള രീതിയിലാണ്. മീനാക്ഷി എനിക്ക് തരണേ. ഞാൻ ഉണ്ടാവുമല്ലോ അല്ലേ? കമ്പനി സ്റ്റാർ. മീനാക്ഷിയുടെ നെക്സ്റ്റ് പരിപാടീസ്? ഞാൻ സോണി ലെവൽ ഒരു പ്രോജക്റ്റ് ചെയ്തു, ഒരു സീരീസ് ചെയ്തു, PR അരുൺ ഡയറക്റ്റ് ചെയ്ത്. അത് എപ്പോഴാ വരുന്ന പുറത്തേക്ക് എന്നുള്ളത് അറിയില്ല. അതിന്റെ ഷൂട്ടിലായിരുന്നപ്പോഴായിരുന്നു IFFK. അപ്പം അതിന്റെ ഷൂട്ടിലിരുന്നാണ് ഞാൻ കരഞ്ഞത്, മറ്റേ ക്യൂ ഒക്കെ കണ്ടിട്ട്, പടം കാണാനുള്ള ക്യൂ ഒക്കെ കണ്ടിട്ട്. പിന്നെ ഞാൻ പണ്ട് ചെയ്തൊരു പ്രോജക്റ്റ് ഇപ്പം IFFK വിക്ടോറിയക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ശിവരഞ്ജിനി എന്ന് പറഞ്ഞ ആൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല ഈ പടം ഷൂട്ട് ചെയ്യുമ്പോൾ. ആ പടമാണ് ശേഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. ആദ്യം നമ്മളൊരു സീരീസ് ആക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പിന്നെ അത് കണ്ടിട്ട് കുറച്ച് പേര് പറഞ്ഞു, ഇത് എന്തുകൊണ്ട് നിങ്ങളൊരു സിനിമയായിട്ട് കട്ട് ചെയ്തുകൂടാ. അപ്പം അവര് ഓക്കെ എന്നാ സിനിമയായിട്ട്. ഇപ്പൊ വിക്ടോറിയയുടെ ജേർണി കണ്ടപ്പോഴാണ് അവർക്കും ഇൻസ്പയർഡ് ആയത് ഫെസ്റ്റിവലിൽ അയക്കാന്നുള്ളതൊക്കെ. അങ്ങനെ അവര് കട്ട് ചെയ്ത് ഒരു സിനിമയാക്കി കഴിഞ്ഞപ്പം വെറുതെ അയച്ചു കൊടുത്തതാ IFFK. അങ്ങനെ കിട്ടി. അത് അങ്ങനെ ഒരു പെട്ടെന്നൊരു, ഞാൻ ആക്ച്വലി ഭയങ്കര ലോ ആയിട്ടിരിക്കുമ്പോഴാ IFFKയുടെ സെലക്ഷൻ വരുന്നത് അറിയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ രണ്ടാമത്തെ തവണയും IFFKയിൽ ഒരു പടമായിട്ട് പോകുന്നത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര വിന്നാ. പിന്നെ എന്തായാലും കഴിഞ്ഞ വർഷത്തെ ഇത് നികത്തണം. ഇല്ല, ഈ വർഷം ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ ജാനുവരിയിലെ ഒരു ഷൂട്ട് ഉണ്ടാവുള്ളൂ. ഡിസംബറിന് ഫുൾ ഫ്രീയാ, ഇനി ആർക്കും ഒന്നും കൊടുക്കൂല. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് IFFK പോയി പടം കാണാനും വീണ്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാനും. വിക്ടോറിയക്ക് കിട്ടിയ ക്യൂ തന്നെ ശേഷിപ്പിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ വിക്ടോറിയ ഇനിയുള്ള രാജ്യങ്ങൾക്കും പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയുള്ള ഇനിയുണ്ടോ പോകുന്നുണ്ടോ? താങ്ക് യു സോ മച്ച്. താങ്ക് യു.